നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ. സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ്, മഞ്ചേരി. ഷാബാസ് ഷെരീഫ് വധക്കേസിൽ മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിന് 13 വർഷവും 9 മാസവും ശിക്ഷ. രണ്ടാം പ്രതി ഷിഹാബുദ്ദീന് 8 വർഷവും 9 മാസവും തടവ്. ആറാം പ്രതി നിഷാദിന് 5 വർഷവും 9 മാസവും തടവുമാണ് ശിക്ഷ വിധിച്ചത്. മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഏറെ കോളിളക്കമുണ്ടാക്കിയ ഷാബാസ് ഷെരീഫ് വധക്കേസിൽ 3 പേർ കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. ഒന്നാം പ്രതി നിലമ്പൂർ മുക്കട്ട കൈപ്പഞ്ചേരി വീട്ടിൽ ഷൈബിൻ അഷ്റഫ്, രണ്ടാം പ്രതിയും ഷൈബിന്റെ മാനേജറുമായിരുന്ന വയനാട് സുൽത്താൻ ബത്തേരി കൈപ്പഞ്ചേരി സ്വദേശി പൊന്നക്കാരൻ ഷിഹാബുദ്ദീൻ, ആറാം പ്രതിയും ഡ്രൈവറുമായ മുക്കട്ട നടുത്തൊടിക നിഷാദ് എന്നിവരെയാണ് മഞ്ചേരി 1ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം തുഷാർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. ഒന്നാം പ്രതിക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഗൂഢാലോചന എന്നിവയും മറ്റു 2 പ്രതികൾക്കെതിരെ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, തടവിൽ പാർപ്പിക്കൽ എന്നീ കുറ്റങ്ങളുമാണ് തെളിഞ്ഞത്. സംസ്ഥാനത്ത് മൃതദേഹമോ മൃതദേഹാവശിഷ്ടങ്ങളോ കണ്ടെത്താത്ത കേസിലെ ആദ്യ വിധിയാണിത്. 15 പ്രതികളുള്ള കേസിൽ 9 പേരെ വെറുതെ വിട്ടു. 7ാം പ്രതി നൌഷാദിനെ മാപ്പുസാക്ഷിയാക്കിയിരുന്നു. 14ാം പ്രതി ഫാസിൽ വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരിക്കെ കഴിഞ്ഞ വർഷം മരിച്ചു. 15ാം പ്രതി നിലമ്പൂർ പഴയ പോസ്റ്റ് ഓഫീസിന് സമീപത്തെ ഷമീം എന്ന പൊരി ഷമീമിനെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. 2019 ഓഗസ്റ്റ് 1-ന് മൂലക്കുരു ചികിത്സയുടെ രഹസ്യം ചോർത്താൻ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിനെ മൈസൂരുവിലെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് മുക്കട്ടയിലെ ഷൈബിന്റെ വീട്ടിൽ താമസിപ്പിച്ചെന്നും 2020 ഒക്ടോബർ 8-ന് കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി ചാക്കിൽ കെട്ടി ചാലിയാറിൽ ഒഴുക്കിയെന്നുമാണ് കേസ്. ഷാബാസ് ഷെരീഫിന്റെ ഭാര്യ, മക്കൾ, പേരക്കുട്ടി, സഹോദരൻ എന്നിവരുൾപ്പെടെയുള്ള 80 സാക്ഷികളെ കേസിൽ വിസ്തരിച്ചു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.